ഇത് ഒരു TFT സ്ക്രീൻ വരുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം യമഹ. What do you think about the aggressive seating position? Are you comfortable with that? What's your height? 1000 കിലോമീറ്ററിലാണ് നിങ്ങൾ സർവീസ് ചെയ്യേണ്ടത്. വണ്ടി ഞാൻ അത്യാവശ്യം നല്ല ട്രാഫിക് പോലെയുള്ള ഏരിയയിൽ ഓടിച്ചു, സിറ്റിയിൽ ഓടിച്ചു. ഞാൻ കുറച്ച് ലോങ് സ്ട്രെച്ചൊക്കെ ചെയ്തു നോക്കി. ആ വണ്ടിയിൽ ഒരു കിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, പക്ഷേ അതൊരു പേരിനുള്ളൊരു കിക്ക് ഷിഫ്റ്റർ ഒന്നല്ല. 70 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ഞാൻ ഏകദേശം 510 ആണ്. എനിക്ക് നന്നായി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ പറയുന്നു. കാരണം നമുക്ക് ഏകദേശം 645 സബ്സ്ക്രൈബേഴ്സായി, അല്ല 645 ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്, ലൈക്ക് കൂടുന്നുണ്ട്, ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഷെയർസ് ഞാൻ കണ്ടു. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും വലിയൊരു നന്ദി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ R15M കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഇന്നത്തെ വീഡിയോ R15M കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2008 R15 ലോഞ്ച് ആയത്. അപ്പോൾ ആ 2008 തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 2024 കൂടി ആ വണ്ടിക്ക് അതിൻ്റെ മാർക്കറ്റിന് ഒരു തരത്തിലുള്ള കോട്ടവും പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് മനസ്സിലാക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക്. കാണുന്ന സമയത്ത് ഒരു ചെറിയ ബേബി R7 ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു 150cc ബൈക്കാണെന്നൊന്നും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇവിടെ ഒരു വലിയൊരു വിൻഡ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഈ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ട് ഫേസറിലൊക്കെ കണ്ടുവന്നല്ലേ, 2009 മോഡൽ ഫേസറിലൊക്കെ കണ്ടുവന്നതുപോലെയുള്ളൊരു മിറർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻസൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ R15M എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. ഒരു പ്രൊജക്ടർ ലാമ്പാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു എയർ ഡാം പോലെയുള്ള ഒരു എയർ വെൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ DRLും ഇൻഡിക്കേറ്ററായിട്ട് വരുന്നൊരു ലൈറ്റ്. ഇവിടെയൊക്കെ ചെറിയൊരു എയർ പോക്കറ്റ്സ് പോലത്തെ പരിപാടിയൊക്കെ കൊടുത്തുകൊണ്ട് ഭയങ്കര ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സിൽവർ ബ്ലാക്ക് കോമ്പിനേഷൻ വിത്ത് ബ്ലൂ അലോയി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. USD ഫോക്സ് ആണ് വന്നിട്ടുള്ളത്. ഏകദേശം 280 mm വരുന്ന ഒരു ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ്രേറ്റ് ബ്രേക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാനൽ കാണാം. മുമ്പത്തെ R15 വേർഷൻ 3-നെക്കാളും എത്രയോ പ്രീമിയം ഫീല് നമുക്ക് ഈ ബൈക്ക് കാണുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അത് പ്രീമിയം ഫീൽ ഇല്ല, ഇല്ലെങ്കിൽ ഒരു സ്പോർട്ടി ഫീൽ ഇല്ല എന്നല്ല, ഇത് കുറച്ചുകൂടി ഒരു രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോർഷൻസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ R15ൻ്റെ വലിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ബൈക്കിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ LED ആണ്. ഈ ഒരു ഓറഞ്ച് ഫിനിഷൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് ഭംഗിയാണ്. അപ്പോൾ സൈഡിലോട്ട് വീണ്ടും വരികയാണെങ്കിൽ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെയുള്ള ആ ഒരു ഫിനിഷൊക്കെ നോക്കിയാൽ ആ ഒരു ഡെൽറ്റ ബോക്സിൻ്റെ ഒക്കെ ഫിനിഷൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു രസമുണ്ട്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ചങ്കി ആയിട്ടുള്ളൊരു ടയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 140/70 R17 ആണ്. അപ്പോൾ നമ്മുടെ വേർഷൻ 3 വലിയ വ്യത്യാസമൊന്നും ബാക്കിൽ കാണാനില്ല. ആ ഒരു ഷാർപ്പായിട്ടുള്ള ലൈറ്റും ആ ഒരു ചെറിയൊരു എയർ പാസേജിനുള്ള ഒരു പോർഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലൈറ്റ്സൊക്കെ LED തന്നെയാണ്. ഒരു ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചളിയൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു പോർഷനൊക്കെ ഓക്കെ എന്തൊരു രസമായിട്ടാണല്ലോ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. സൈലൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര ആ ഒരു ടെയിലായിട്ട് പ്രൊപ്പോർഷനായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ടെയിലിൻ്റെ രീതിയിൽ തന്നെ കുറച്ച് മുകളിലോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അഗ്രസീവ് ആയതിനെ കാണാൻ വേണ്ടിയിട്ട്. സിംഗാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. നല്ല ഒരു അലുമിനിയം ഫിനിഷുള്ള ഒരു സിംഗാമ് തന്നെയാണ്. ഇവിടെ ഒരു മോണോഷോക്കിംഗ് ഒക്കെ കാണാം. മൊത്തത്തിൽ കാണാൻ നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. ഇവിടെ VVA ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ആൾക്കാർ ഈ ഒരു പാനലിനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ബാക്കിലിരിക്കുന്ന സമയത്ത് ഇത് പൊട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സീറ്റ്സ് ബാക്കിൽ ഭയങ്കര സ്റ്റിഫാണ്. ബാക്കിൽ ഇരുന്നാലും അറിയാലോ ഏണിപ്പുറത്ത് കയറിയൊരു ഫീലായിരിക്കും. ഇതും ഒരു പക്ക ഒരു ട്രാക്ക് ബൈക്കിൻ്റെ ഒരു സീറ്റിംഗ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഇവിടെ യമഹ മോട്ടോർ സൈക്കിൾ കണക്ട് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ്റെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു TFT സ്ക്രീൻ വരുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം യമഹ. വാവ്, പഴയ ആ ഒരു LCD സ്ക്രീൻ ഇതിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ് നമ്മുടെ ബൈക്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരു വലിയൊരു ബൈക്കിൻ്റെ സ്ക്രീൻ കാണുന്ന രീതി തന്നെയാണ് ഇത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ക്ലിപ്പ് ഓൺസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇവിടെയൊക്കെ R15 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കറിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഭയങ്കര രസമായിട്ടുണ്ട്. ഇത് നമ്മുടെ TFT സ്ക്രീനിൻ്റെ കൺട്രോൾ സ്വിച്ചസാണ്. നിങ്ങൾക്ക് കാണാം ഞാനിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ മാറുന്നുണ്ട്. ആവറേജ്,
കാര്യങ്ങളും നമ്മുടെ ടെമ്പറേച്ചർ, ഓഡോമീറ്റർ, ഗിയറിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റർ, RPM പോലെയുള്ള കാര്യങ്ങൾ, ഫ്യൂവല്, ടൈം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു TFT സ്ക്രീൻ വന്നതുകൂടി കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് ഉണ്ട് ബൈക്ക് കാണുന്ന സമയത്ത്. ഇപ്പോൾ മുമ്പത്തെ ബൈക്കിനെ അപേക്ഷിച്ച് ഇതിൽ 2 റൈഡിംഗ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ട്രാക്ക് മോഡും ഒരു നോർമൽ മോഡും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൈ കാണാം, ഏകദേശം ഈ ഒരു സൈസ് ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു ഡിസ്പ്ലേ ഒന്നല്ല, ഭയങ്കര രസമുണ്ട്. പക്ഷേ ഇത്ര പോർഷൻ മാത്രമേ ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിലും ഭയങ്കര ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ടാങ്കിൻ്റെ പോർഷനിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് R15M എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് കാണാം. അതൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട് R15M ഇട്ടിട്ട് ചുമ്മാ അങ്ങനെ ഇറക്കി വിട്ടൊന്നുമല്ല, ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ടാങ്കൊക്കെ കാണാൻ വേണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടാങ്ക് തന്നെയാണ്. ഇവിടെ യമഹയുടെ ലോഗോ കാണാം, അവിടെ പഴയ R15 വേർഷൻ 4 കണ്ട പോലെയുള്ള ആ ഒരു പോർഷൻ തന്നെയാണ്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ബൈക്കിൻ്റെ ഈ ഒരു ആംഗിളൊക്കെ കണ്ടാൽ നിങ്ങൾ നോക്കിയേക്കേ, ഒരു രക്ഷയില്ല അല്ലേ, നല്ല ഭംഗിയുള്ള. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ടക്കിങ് ചെയ്ത് ഓടിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പക്കാ ഒരു വലിയൊരു ബൈക്ക് ഓടിക്കുന്ന ഫീൽ നമുക്ക് കിട്ടും. ഒരു രസമുള്ള ഒരു ബൈക്ക് തന്നെയാണ് നമ്മുടെ R15M. അപ്പോൾ ഇതാണ് നമ്മുടെ R15M ഒരു എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. വാ. റൈഡിന് പോകുന്ന മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് വിനയ്. വിനയ്, താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് മീ റൈഡ് യുവർ ബേബി. സോ what about the service cost, Vinay? Yeah, it's around 1,800 for general servicing. When it comes to the spares, it will be around 1,200. Only brake pad which I recently replaced. Okay, bro. Okay. So considering the performance level and all, that is a very cheap price, right? Yeah. When it comes to the price and the performance, it's completely compared to the price, it's worth. Yeah, right. So why did you choose R15M? Because of that looks only. Looks it was only. My dream bike. So I know that you used to travel now and then a lot. So what do you think about the aggressive seating position? Are you comfortable with that? What's your height? My height is 5.11. 5.11. And you are comfortably sitting in the bike, right? I use for daily uses. Daily uses. Yeah. So even, when it comes to the mileage, it's giving around 45 in city. Man, it's a hell a lot of mileage, right? Considering the performance. Yeah. So thank you, Vinay. Thank you. I'll do one thing. If you allow me, I'll go for a spin and I'll come back. Yeah, sure. Yeah. Thank you, man. Thank you. Thank you. അപ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ഈ ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 ധൂമെന്നുള്ളൊരു സിനിമ ഇറങ്ങിയത്. അതിൽ ജോൺ അബ്രഹാം നമ്മൾ ഒരുപാട് ബൈക്കൊക്കെ കാണിച്ച് ഒരുപാട് കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫാസിനേഷനും കൊണ്ട് നടക്കുന്ന സമയത്തായിരുന്നു 2008 യമഹ R15 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീടിനടുത്ത റോഡിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്പോർട്സ് ബൈക്ക് കാണാൻ കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് വെള്ളമിറക്കി നിന്ന ഒരു ബൈക്കാണ് R15. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഈ ബൈക്ക് എവിടെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കും ഇതിൻ്റെ ആൾ ഈ ബൈക്ക് എടുത്ത് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വെള്ളം ഇറക്കി നോക്കി ആഗ്രഹിച്ചൊരു ബൈക്കാണ് ഈ ഒരു R15. ഇന്നൊരു ബൈക്ക് ഇങ്ങനെ ആ ഒരു ബൈക്ക് അതിൻ്റെ പുതിയൊരു വേർഷൻ ഇന്ന് ഓടിക്കാൻ പറ്റിയല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ ബൈക്കിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു VVA ടെക്നോളജി വന്നിട്ടുള്ള ഒരു 155cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഏകദേശം 18.4 bhp പവറും 14.2 Nm ടോക്കും ഈ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ആയിട്ട് റവ് ചെയ്യുന്ന സമയത്ത്, റെഡ് ലൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബൈക്കിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതൊരു സിംഗിൾ സിലിണ്ടറിൻ്റേതായ ഒരു വൈബ്രേഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അല്ലാതെ ഭീകരമായിട്ടുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഉള്ള ഒരു ബൈക്കൊന്നുമല്ല നമ്മുടെ R15. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. വണ്ടിനെ കുറിച്ച് കൂടുതൽ പറയാമെന്നെങ്കിൽ ഇതിൽ സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ TFT സ്ക്രീനിൻ്റെ ഒപ്പം നമുക്ക് യമഹ വൈ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പും കൂടെ കിട്ടുന്നുണ്ട്. അതിൽ കോൾ അലേർട്ട്, SMS, ഇമെയിൽ, ആപ്പ് കണക്ടിവിറ്റി, അതുപോലെ ഫോണിൻ്റെ ബാറ്ററി ലെവൽ പോലെയുള്ള കാര്യങ്ങൾ കാണിക്കും. പക്ഷേ നമ്മൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയിൽ ഒരു കിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പക്ഷേ അതൊരു പേരിനുള്ളൊരു കിക്ക് ഷിഫ്റ്ററൊന്നല്ല, നല്ല പ്രിസൈസ് ആയിട്ടുള്ള കറക്റ്റായിട്ട് ഗിയറൊക്കെ വീഴുന്ന തരത്തിലുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കിക്ക് ഷിഫ്റ്ററാണ് നമ്മുടെ R15 കിട്ടിയിട്ടുള്ളത്. സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 815 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. ഏകദേശം 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ഞാൻ ഏകദേശം 510 ആണ്. എനിക്ക് നന്നായിട്ട് കാല് ഗ്രൗണ്ടിൽ കുത്താൻ പറ്റുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആണെന്ന് ചോദിച്ചാൽ അത്ര കംഫർട്ടബിൾ അല്ല, എന്നാൽ അത്ര സ്റ്റിഫും അല്ല, ഒക്കെ ആയിട്ടുള്ളൊരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്.
റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. കംപ്ലീറ്റ് ആയിട്ട് മുമ്പോട്ട് ലീൻ ഡൗൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ബോഡി പൊസിഷൻ ഇല്ലൊരു നല്ലൊരു റൈഡിങ് ടെക്നിക്ക് നിങ്ങൾ ഒരു ബോഡി പൊസിഷൻ ചെയ്യുന്നൊരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്തില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയ്യിലും ഷോൾഡറിലൊക്കെ പെയിൻ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു അടിപൊളി സസ്പെൻഷനാണ് നമ്മുടെ R15 കൊടുത്തിട്ടുള്ളത്. നമ്മൾ കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബ്രേക്കിംഗ് ആണ് നമ്മുടെ R15 നമുക്ക് തരുന്നത്. പക്ഷേ ആ ഒരു ഭീകരമായ ബൈറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യാനില്ല. ഈ ബൈക്കിന് ഏകദേശം 11 ലിറ്ററിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്കാണ് വന്നിട്ടുള്ളത്. ബൈക്കിൻ്റെ മൈലേജ് അതിശയിപ്പിക്കുന്ന ഒരു മൈലേജാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് ആ ഒരു മൈലേജ് കേൾക്കുന്ന സമയത്ത് ഭീകരം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബൈക്ക് ഒരു സ്പോർട്ടി ഭയങ്കര ഒരു ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബൈക്കാണ്. എന്നാൽ തന്നെ നിങ്ങൾക്ക് സിറ്റിയിൽ ഏകദേശം ഒരു 40 to 45 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഹൈവേയിൽ പോകുകയാണെങ്കിൽ 50-52 വരെ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഭീകരമായൊരു മൈലേജ്, അതായത് പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഭീകരമായൊരു മൈലേജ് നിങ്ങൾക്ക് ഈ ബൈക്കിൽ നിന്ന് കിട്ടും. സർവീസ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ എൻ്റെ ഫ്രണ്ട് വിനയ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 1500 തൊട്ട് 1700 വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് വരുന്നത്. സ്പെയർസിന് പിന്നെ അഡീഷണൽ വരും. ഈ ബൈക്കിൻ്റെ ആകെ മാറ്റിയൊരു സ്പെയർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ബ്രേക്ക് പാഡ്സ് ആണ്. ബാക്കിലെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടിയിട്ട് വെറും 1200 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ വലിയ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. സർവീസ് ഇപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 1000 കിലോമീറ്റർ കഴിഞ്ഞ ഉടനെ ഒരു സർവീസ് ചെയ്യണം. പിന്നെ എല്ലാ 4000 കിലോമീറ്ററിലാണ് നിങ്ങൾ സർവീസ് ചെയ്യേണ്ടത്. വണ്ടി ഞാൻ അത്യാവശ്യം നല്ല ട്രാഫിക് പോലെയുള്ള ഏരിയയിൽ ഓടിച്ചു, സിറ്റിയിൽ ഓടിച്ചു. ഞാൻ കുറച്ച് ലോങ് സ്ട്രെച്ചൊക്കെ ചെയ്തു നോക്കി. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഭീകരമായ ഹീറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിക്കുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് ഈ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2,57,000 രൂപയാണ് R15 എന്നുള്ള വേർഷൻ ബാംഗ്ലൂർ ഇന്നത്തെ ഡേറ്റിൽ ഓൺ റോഡ് പ്രൈസ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനിപ്പോൾ ഒരു പുതിയ TFT സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു TFT സ്ക്രീനൊക്കെ വന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ, അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ആയിട്ടുള്ള ബൈക്ക് ഓടിക്കുന്ന ഫീല് നമുക്ക് ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ ഒരു 2008 ഇറങ്ങിയിട്ടുള്ള R15 എന്നുള്ളൊരു ബൈക്ക് എങ്ങനെയാണ് ഇത്രയും കാലം മാർക്കറ്റിൽ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്സ്, മൈലേജ്, പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സർവീസ് കോസ്റ്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബൈക്ക് ആയതുകൊണ്ട് മാത്രമാണ് R15 ഇന്നും നമ്മുടെ യുവാക്കളുടെ ഒരു ഹരമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഒരു സംശയവുമില്ലാണ്ട് R15 150cc സെഗ്മെൻറ്റിൻ്റെ കിങ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ R15 വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് R15. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഭയങ്കര രസമാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ R15 എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പോയിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. പഴയ V4-ന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ആ TFT സ്ക്രീൻ വന്നത് മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് ആ TFT സ്ക്രീനൊക്കെ വന്നതുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ പറയുന്നു. നമുക്ക് ഇന്നത്തെ ദിവസം ഏകദേശം 645 സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും വലിയൊരു നന്ദി. ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.